പി ആർ സുനിൽ, ഉയർന്ന ചോദ്യങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടിയായോ? മറുപടി ആയില്ല എന്ന് മാത്രമല്ല, ഒരുപാട് പുതിയ ചോദ്യങ്ങൾ ഉയർത്താൻ പറ്റിയ ഒരു വാർത്താ സമ്മേളനമാണ് ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയത്. വി ഡി സതീശൻ തന്നെ കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന രീതിയിൽ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആദ്യത്തെ വിവാദം എന്ന് പറയുന്നത് ഹെലികോപ്റ്റർ വിവാദമാണ്. ഹെലികോപ്റ്റർ മുഖ്യമന്ത്രി വി ഡി സതീശനോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രരിയോ ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതാണ് എൻ്റെ അഭിപ്രായം. മറ്റ് പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ജൂലൈ 31 വി ഡി സതീശൻ എന്ത് അടിയന്തര ആവശ്യത്തിനാണ് കൊച്ചിയിലേക്ക് വന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ വിശദീകരിച്ചത് അവിടെ ഒരു ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ വന്നതാണ്. വന്ദേ ഭാരത് ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു, പക്ഷേ ഇൻവെസ്റ്റേഴ്സിനെ കാണാനുള്ള അർജൻസി കൊണ്ട് പെട്ടെന്ന് ഹെലികോപ്റ്ററിൽ പോവുകയായിരുന്നു. ഈ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ചെറിയ കക്ഷികളല്ല. അവർ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കേരള മുഖ്യമന്ത്രിയെ കാണാൻ വന്നത് എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. 31 രാവിലെ 10:45 തിരുവനന്തപുരത്ത് നിന്ന് വി ഡി സതീശൻ ആദ്യം ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് വരുന്നത്. കാലാവസ്ഥ പ്രശ്നങ്ങൾ മൂലം ഇറങ്ങാൻ കഴിഞ്ഞില്ല. ഹെലികോപ്റ്റർ തിരിച്ചുപോയി. വീണ്ടും തിരിച്ചു വന്ന് 1:45 ഏതാണ്ട് 2 മണിയോടെയാണ് ഇവിടെ കൊച്ചി വിമാനത്താവളത്തിൽ വി ഡി സതീശൻ്റെ ഹെലികോപ്റ്റർ എത്തുന്നത്. നേരെ അവിടെ നിന്ന് പോയത് ആലുവയിലുള്ള അദ്ദേഹത്തിൻ്റെ പിതാവ് ആശുപത്രിയിൽ കഴിയുന്ന ആലുവയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കാണ് അദ്ദേഹം നേരെ പോയത്. അവിടെ 15 മുതൽ 20 മിനിറ്റ് സമയം അദ്ദേഹം ചെലവഴിച്ചു. പിന്നീട് അവിടെ നിന്ന് നേരെ അദ്ദേഹത്തിൻ്റെ ആലുവയിലുള്ള ദേശം വീട്ടിലേക്ക് പോയി. പോലീസ് റെക്കോർഡ് അനുസരിച്ച് അദ്ദേഹം ഈ ആശുപത്രിയിൽ പോയതുപോലും അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം നേരെ ഹെലികോപ്റ്റർ ഇറങ്ങി നേരെ ആലുവ ദേശം വീട്ടിലേക്ക് പോയി എന്നുള്ളതാണ്. പക്ഷേ അതിനിടയിൽ അദ്ദേഹം ആകെ ഒരു വിസിറ്റ് മാത്രമേ നടത്തിയിട്ടുള്ളത് ആശുപത്രിയിലാണ്. ആലുവദേശം വീട്ടിൽ അദ്ദേഹം എത്തിയ ശേഷം, അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയ ശേഷം, കൊച്ചിയിലെ വസതിയിലെത്തിയ ശേഷം അദ്ദേഹം എവിടേക്കും പുറത്തേക്ക് പോയിട്ടില്ല. മാത്രമല്ല ഒരു വിസിറ്റേഴ്സിനെയും അനുവദിച്ചിട്ടില്ല. അപ്പോൾ എവിടെ വെച്ചാണ്, എങ്ങനെയാണ് ഈ ഒരു ഇൻവെസ്റ്റേഴ്സ് കൂടിക്കാഴ്ച നടന്നത് എന്ന കാര്യം വ്യക്തമല്ല. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം. വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ദയവ് ചെയ്ത് ആ ഒരു ഇൻവെസ്റ്റേഴ്സിനെ ഞാനാണ് അയച്ചത്, അവർ ഞാനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് മുഖ്യമന്ത്രി വി ഡി സതീശനെ കാണാൻ പോയത് എന്ന ഒരു രക്ഷാപ്രവർത്തനം നടത്തി വരരുത്. ഇത് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നു ഇൻവെസ്റ്റേഴ്സിനെ കണ്ടു. ആ ഇൻവെസ്റ്റേഴ്സ് ആരാണെന്ന് വെളിപ്പെടുത്താനാകില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുകയാണ് ആരാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് വെളിപ്പെടുത്താനാകില്ല. രഹസ്യ കൂടിക്കാഴ്ച. അങ്ങനെ ഒരു കൂടിക്കാഴ്ചയുണ്ടോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക്? ഇത് നിങ്ങൾ അറിഞ്ഞാൽ, അതായത് മാധ്യമങ്ങൾ അറിഞ്ഞാൽ മാധ്യമങ്ങൾ അത് മുടക്കുമത്രേ. അങ്ങനെയുണ്ടോ? കേരളത്തിനൊരു നിക്ഷേപം വരുമ്പോൾ അത് മുടക്കാൻ നടക്കുന്നവരാണോ കേരളത്തിലെ മാധ്യമങ്ങൾ? അങ്ങനെയാണോ മുഖ്യമന്ത്രി വി ഡി സതീശൻ ധരിച്ചു വച്ചിരിക്കുന്നത്? നേരായ നിക്ഷേപമാണെങ്കിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് അതിനെ പിന്തുണയ്ക്കും. അത് ചരിത്രമാണ്, അങ്ങനെയുള്ള ചരിത്രമുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഏത് നിക്ഷേപകനാണ് അറിഞ്ഞാൽ ഉടൻ കേരളത്തിലെ മാധ്യമങ്ങൾ കൂട്ടായി വന്ന് അതിനെ അങ്ങ് തകർക്കും എന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നത്. അപ്പോൾ എന്ത് രഹസ്യ കൂടിക്കാഴ്ചയാണ്, എന്താണ് ഇവിടെ നടന്നത്? അപ്പോൾ ഏത് നിക്ഷേപകനാണെന്ന് പറയുന്നില്ല, എപ്പോഴാണ് കൂടിക്കാഴ്ച നടത്തിയതെന്ന് പറയുന്നില്ല, എന്തിനു വേണ്ടിയാണ് കൂടിക്കാഴ്ച നടത്തിയതെന്ന് പറയുന്നില്ല. പക്ഷേ ഈ സർക്കാർ രേഖ പ്രകാരം, പോലീസിൻ്റെ രേഖ പ്രകാരം അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നതിനുള്ള തെളിവുമില്ല. അപ്പോൾ മുഖ്യമന്ത്രി എന്തിനാണ് വസ്തുതാവിരുദ്ധമായ കാര്യം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എന്നൊരു വലിയ ചോദ്യം അവിടെയുണ്ട്. അത് മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കണം. അങ്ങനെ ഒരു ഇൻവെസ്റ്റേഴ്സ് കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്നതാണ് കൃത്യമായി രേഖകളൊക്കെ തന്നെ പറയുന്നത്. അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടക്കണമെങ്കിൽ സ്വാഭാവികമായും നിക്ഷേപമാണല്ലോ. വ്യവസായ മന്ത്രി വേണം, ഉദ്യോഗസ്ഥർ വേണം. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യം ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇനി മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ പറയുകയാണ് ഈ റാന്നിയിലൊക്കെ തന്നെ വലിയ തോതിൽ വെള്ളം കയറി, കാലാവസ്ഥ മുന്നറിയിപ്പ് കിട്ടിയില്ല, പെട്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. വലിയ വീഴ്ചയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. സാധാരണ ഒരു അണക്കെട്ട് നിറഞ്ഞാൽ അത് തുറന്നു വിടുന്നതിന് മുൻപ് കൃത്യമായി മുന്നറിയിപ്പ് നൽകണം, അനൗൺസ്മെൻറ്റ് നൽകണം. ഇതൊന്നുമില്ലാതെ അണക്കെട്ട് തുറന്നു വിട്ടു, എല്ലാ മേഖലയിലും വെള്ളം കയറി, ജനങ്ങൾ ദുരിതത്തിലായി. ഇപ്പോഴും പലയിടങ്ങളിലും ആളുകൾ ആ വീടുകളിൽ നിന്ന് പുറത്തേക്ക് പോകാതെ അവിടെ തന്നെ തങ്ങുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ അവിടെ പോകുന്നുണ്ട്, അതിൻ്റെ ഒരു അപകടാവസ്ഥ അവരെ അറിയിക്കുന്നുണ്ട്. പക്ഷേ ഇറങ്ങാൻ പലരും തയ്യാറല്ല. പക്ഷേ അങ്ങനെയല്ല, കുറച്ചുകൂടി അവരെ ഇപ്പോൾ തിരുവല്ല ഭാഗങ്ങളിലൊക്കെ തന്നെ അവിടെ നിന്നൊക്കെ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു. നമ്മുടെയൊക്കെ തന്നെ റിപ്പോർട്ടർമാർ അവിടെ എത്തുന്നുണ്ട്. അവിടെ ആളുകൾ ഈ വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്നത് കാണുന്നുണ്ട്. പലരും പോകാൻ തയ്യാറാകുന്നില്ല. പക്ഷേ അവരെ പറഞ്ഞ്
കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവിടെ നിന്ന് ഈ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് കൊണ്ടുവന്ന് അവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പറയുകയാണ് ഒരു മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയില്ല എന്നാണ്. അതും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൃത്യമായി സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മാത്രമല്ല അവർ വാർത്താക്കുറിപ്പും ഇറക്കിയിരുന്നു. 31-ാം തീയതി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇറക്കിയ വാർത്താക്കുറിപ്പ് ഇതെൻ്റെ കയ്യിലുണ്ട്. ആ വാർത്താക്കുറിപ്പിൽ വളരെ കൃത്യമായി തന്നെ കേരളത്തിൽ എന്താണ് അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് എന്നത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. നോക്കൂ, ഇതാ ഇങ്ങനെയാണ്: ശക്തമായ കാറ്റിനുള്ള മുന്നറിയിപ്പ്, കനത്ത മഴ മുന്നറിയിപ്പ്, ഇതൊക്കെയുണ്ട്. കനത്ത മഴ മുന്നറിയിപ്പിൽ വളരെ കൃത്യമായി 31-ാം തീയതി എന്ത് സംഭവിക്കും? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. 2 ഓഗസ്റ്റ് 1-ാം തീയതി ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കനത്ത മഴയുണ്ടാകും എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇനി 2-ാം തീയതി മഴയുണ്ടാകാനുള്ള സാധ്യതയും വളരെ കൃത്യമായി വലിയ മഴയുണ്ടാകും, കനത്ത മഴയുണ്ടാകും, സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ കനത്ത മഴയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുണ്ട്, ഇടുക്കി മേഖലയിലൊക്കെ ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുണ്ട് എന്ന് വളരെ കൃത്യമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. മുന്നൊരുക്കം നടത്തിയില്ല. വലിയ വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മേൽനോട്ടം വഹിക്കുന്നതിന്, ഇക്കാര്യത്തിൽ ഒരു ഏകോപനം ഉണ്ടാക്കുന്നതിന്, ഉദ്യോഗസ്ഥരെ കാര്യങ്ങൾ കൃത്യമായി നിർദ്ദേശം നൽകുന്നതിന് വലിയ വീഴ്ച സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഇന്ന് വാർത്താ സമ്മേളനം നടത്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വന്ന് പറയുകയാണ്, ഞങ്ങളൊന്നും അറിഞ്ഞില്ല, മഴ പെയ്യുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. എങ്ങനെ മഴ പെയ്യുമെന്ന് ഞങ്ങൾ അറിയും? ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ദുരിതത്തിന് മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോഴും ആയിരക്കണക്കിന് മനുഷ്യർ വെള്ളം വീടിൻ്റെ പകുതിയോളം മുങ്ങി ആ വീടിൻ്റെ മുകൾ നിലയിൽ കഴിയുന്ന 100 കണക്കിന് മനുഷ്യരുണ്ട് കേരളത്തിൻ്റെ മധ്യ കേരളത്തിലെ കോട്ടയത്തെയും മറ്റ് ജില്ലകളിലെയും ഒക്കെ തന്നെ പ്രദേശങ്ങളിൽ. അവരൊക്കെ തന്നെ 3-4 ദിവസമായി കറണ്ടില്ല, അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല, ഒന്നുമില്ല. ആ മനുഷ്യർ അവിടെ തന്നെ കഴിയുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് മുന്നറിയിപ്പുണ്ടായില്ല. ആ മുഖ്യമന്ത്രിയാണെന്ന് ഇവിടെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. എന്ത് പ്രയോറിറ്റിയാണെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിലെ ജനങ്ങളുടെ ഈ ദുരിതത്തിന് മുന്നിൽ കേരളത്തിലെ ജനങ്ങൾ നിൽക്കുമ്പോൾ ഈ സർക്കാരിന്, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്ത് പ്രയോറിറ്റിയാണുള്ളത്? മുഖ്യമന്ത്രി വി ഡി സതീശൻ യൂത്ത് ലീഗ് നേതാവിൻ്റെ വസതിയിൽ ഭക്ഷണം കഴിക്കാൻ പോയതിനോ അവിടെ ആർഭാട ഭക്ഷണം കഴിച്ചതിനോ ഒന്നും തെറ്റൊന്നുമില്ല. അത് അദ്ദേഹത്തിൻ്റെ സൗകര്യം. അദ്ദേഹത്തിന് ഏത് വിരുന്നിൽ വേണമെങ്കിലും പങ്കെടുക്കാം. പക്ഷെ നിങ്ങൾ എപ്പോഴാണ് ഈ പങ്കെടുക്കുന്നതെന്നൊരു ചോദ്യമുണ്ട്. അവിടെ ഈ വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ അവിടെ മുഖ്യമന്ത്രി വി ഡി സതീശനെ സ്വീകരിക്കാനെത്തിയത് ആരാന്നറിയോ? അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി, അവിടുത്തെ ജില്ലാ ഉദ്യോഗസ്ഥർ. അതായത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഒരു ജില്ലയിൽ നേതൃത്വം നൽകേണ്ട ഉദ്യോഗസ്ഥർ മുഴുവൻ ആ യൂത്ത് ലീഗ് നേതാവിൻ്റെ വീട്ടിൽ നിൽക്കുക മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ. അന്നത്തെ അവസ്ഥ എന്താണെന്നറിയോ? ഓഗസ്റ്റ് 1-ാം തീയതി എന്താണ് അവസ്ഥ? അന്ന് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ്, ശക്തമായ മഴയാണ്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നൽകേണ്ട ഉദ്യോഗസ്ഥർ എവിടെയാണുള്ളത്? മുഖ്യമന്ത്രിയുടെ ഈ സൽക്കാരം നടക്കുന്ന വീട്ടിലാണുള്ളത്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ അവിടെ നിങ്ങളുടെ പ്രയോറിറ്റി ഒരു പ്രശ്നമാണ്. എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി? നിങ്ങൾ എന്തിനാണ് മുൻഗണന നൽകുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നോക്കൂ, അക്കാര്യത്തിലൊക്കെ തന്നെ വലിയ വീഴ്ച ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മുൻ സർക്കാർ ഒരു മോഡലാണ്, മുൻ സർക്കാർ വലിയ മോഡൽ വരച്ചു വെച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ദുരന്ത മുനയിൽ നിൽക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി പറയേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ കാര്യമല്ല മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യമായിക്കോട്ടെ, ഇൻവെസ്റ്റേഴ്സ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യമായിക്കോട്ടെ, കൃത്യമായ മറുപടി വി ഡി സതീശൻ നൽകിയിട്ടില്ല. ഒരുപാട് സംശയങ്ങളുണ്ട്. നമ്മൾക്ക് ലഭിച്ച വിവരമനുസരിച്ച്, പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് മുഖ്യമന്ത്രിയുടെ യാത്രാ വിവരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടേയില്ല. പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇങ്ങനെയൊരു വസ്തുതാവിരുദ്ധമായ കാര്യം ഒരു വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗികമായി ഇങ്ങനെ പറയുന്നത്? അത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല മുഖ്യമന്ത്രി വി ഡി സതീശന്. ഏതായാലും ഈ സർക്കാർ ഞങ്ങളോടൊപ്പമുണ്ട് എന്ന് തോന്നണം ജനങ്ങൾക്ക് ഒരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ. അങ്ങനെ തോന്നാത്തൊരു സാഹചര്യം ദയവ് ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ സൃഷ്ടിക്കരുത്. Meet the editors.